ഇനി നമുക്ക് ചപ്പാത്തിന്റെയും പൊറോട്ടന്റെയും പത്തിരിന്റെയും അതുപോലെ വെള്ളപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പൊ അത് ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ ഒരു മസാലയ്ക്ക് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലിയ സവാള വേണമെന്നൊന്നുമില്ല. ഈ ഒരു സൈസിലുള്ള സവാള എടുക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ കട്ട് ചെയ്യണത് കാണിച്ചു തരുന്നത് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നൈസായിട്ട് ചോപ്പ് ചെയ്ത് കളയരുത്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ലെയർ ലെയർ ആക്കിയിട്ട് നമ്മുടെ ഉള്ളിനെ ഒന്ന് മാറ്റി മാറ്റി എടുക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു മസാല കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് നിങ്ങൾ അതിന്റെ ലെയേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. അപ്പൊ അതുപോലെ ഉള്ളി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ ആക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്ത് മാറ്റി വെക്കാം. 2 സവാള ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവര് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുത്താൽ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ബട്ടൺ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്യണേ. ഉള്ളി നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ നമ്മൾ ലെയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരൊറ്റ തക്കാളി മതി. കുറച്ച് വലിപ്പമുള്ള തക്കാളി എടുത്താൽ മതി. അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് നൈസാക്കി അരിയരുത്. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കുറച്ചൊരു വലിപ്പത്തിൽ കടന്നാലേ ഈ ഒരു മസാലയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ ആ ഒരു അറ്റം കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. കുറച്ച് നീളമുള്ള പച്ചമുളക്. അത് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 പുഴുങ്ങിയ മുട്ടയാണ്. ബോയിൽ ചെയ്ത് വെച്ച മുട്ടേനെ നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം. അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മസാലയിൽ ഇടുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇതിന്റെ ആ മഞ്ഞൊക്കെ പൊട്ടി മസാലയിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ചെറുതാക്കി മുറിച്ചെടുത്ത മുട്ട നമുക്ക് ഒന്ന് മാറ്റി വെക്കണം. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 3 മുട്ടയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മളിതാ മുട്ടേനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മുട്ടയൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഉള്ളി ഇതുപോലെ ഇങ്ങനെ ലെയറായി വരുമ്പോൾ തന്നെ നമ്മുടെ മസാല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഒന്ന് വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ആ ഉള്ളി കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്, കണ്ടില്ലേ. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളിന്റെ കളറൊക്കെ അതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണും ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ചതച്ചത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയും ഇതുപോലെ ഒന്ന് വെന്തുടയണം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നാലേ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുള്ളൂ. തക്കാളി ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇടുന്നില്ല. ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് ചിക്കൻ മസാലപ്പൊടി. അത് ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു പച്ചമണ ഒരു കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് സ്ലോ ആക്കി വെക്കണം. അപ്പോൾ അധികം വീടുകളിലും രാത്രിയാണെങ്കിലും ചപ്പാത്തി ആയിരിക്കും. അതിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ ആണ്. നമ്മൾ ഇനി പുഴുങ്ങി മുറിച്ച് വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരുപാട് അങ്ങനെ കുത്തി മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. നമ്മുടെ ആ ഒരു ഉള്ളിലത്തെ മഞ്ഞ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉടഞ്ഞ് നമ്മുടെ ഈ ഉള്ളിന്റെ കൂടെയൊക്കെ ഒന്ന് മിക്സായി വരും ചെയ്യും. അതുപോലെ മുട്ടന്റെ വെള്ളം ഇങ്ങനെ വലുതായിട്ട് കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും ഒരു 10 മിനിറ്റ് മതി. നമുക്ക് ഉള്ളിയാണെങ്കിലും അതുപോലെ തന്നെ തക്കാളി മാത്രം മതി. വേറെ ഇതിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മുട്ടയും ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മസാലയാണ്. നല്ലൊരു ടേസ്റ്റുമാണ്. കാരണം നമ്മൾ ഈ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു മസാലേന്റെ ടേസ്റ്റും ഉണ്ടാവും. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മസാലയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.